ആൾക്കാർ കാണാത്ത സിനിമ സജസ്റ്റ് ചെയ്യുമ്പോഴാണല്ലോ അതൊരു സജഷൻ ആവുന്നത്. കാണാത്തൊരു സിനിമ അധികം ആൾക്കാരിലേക്ക് എത്താത്ത സിനിമകൾ ആരും കാണാത്ത സ്പേസിൽ നിന്ന് ആരെങ്കിലുമൊക്കെ കാണുന്ന സ്പേസിലോട്ട് ആക്കാൻ പറ്റുന്ന ഒരു സ്ട്രഗിളാണ് നമ്മുടെ വീഡിയോസ്. ആ സ്ട്രഗിളിലെ ലേറ്റസ്റ്റ് അഡീഷനാണ് ജെറി എന്ന് പറഞ്ഞിട്ടുള്ള പടം. ആൾക്കാർ ഇതിൽ കൂടെ ഒക്കെ നടക്കും, എല്ലാവരും പണിയെടുക്കണേണ്. പക്ഷെ നമ്മളതൊരു വിഷ്വലി എൻഗേജിങ് ആയിട്ടുള്ളൊരു സംഭവത്തിലായിട്ട് മാറ്റും. ഇത് വിഷ്വലി എൻഗേജിങ് ആണ്, പ്ലീസ് ഇത് വിഷ്വലി എൻഗേജിങ് ആണ്. ആൾക്കാർ ഇതിൽ കൂടെ ഇതൊക്കെ നടക്കുന്നത് വിഷ്വലി എൻഗേജിങ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ക്രിയേറ്റീവായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നു. ഞാനങ്ങനെ എല്ലാവരും ഭയങ്കര പ്രൈസ് ചെയ്യുന്ന സിനിമകൾ കാണുന്ന ഒരാളല്ല. ഞാനങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം ഇഷ്ടപ്പെടുന്ന ഒരാളുമല്ല. അത് ഞാൻ ഇൻറ്റൻഷനലി ചെയ്യുന്നതല്ല, ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. നമുക്ക് സ്വന്തമായിട്ടൊരു അഭിപ്രായം പരിപാടികളൊക്കെ ഉണ്ടല്ലോ. കൂട്ടുകാർക്കിടയിൽ നമ്മൾ വ്യത്യസ്തനൊക്കെ ആവും, പക്ഷേ നമ്മൾ ഒറ്റപ്പെടും. പക്ഷെ നമ്മളെ ഒപ്പീനിയൻ പറയുക, നമ്മുടെ പരിപാടികൾ പറയുക എന്നുള്ളൊരു സംഭവം സ്ട്രോങ് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ്. ഞാൻ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഞാൻ ഒറ്റപ്പെട്ടാണ്. പലർക്കും ഇഷ്ടപ്പെട്ട സിനിമകൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ പലർക്കും ഇഷ്ടപ്പെടാറില്ല. ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറയാനുള്ള ഒരു ഗട്ട്സ് കാണിക്കുന്നുണ്ട്. അത് ഞാൻ ഓട്ടോമാറ്റിക്കലി ഉണ്ടാക്കിയെടുത്താണ്. കൂട്ടുകാർക്കിടയിൽ ഇങ്ങനെ പറഞ്ഞ് ട്രെയിൻ ചെയ്ത് അതായത് ഈ പടം ഇവന് ഇഷ്ടപ്പെട്ടോ, ഇത് ഏതാ പടം, ഇതൊക്കെ മനുഷ്യന്മാർക്ക് ഇഷ്ടപ്പെടുമോ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൂട്ടുകാരുടെ ഇടയിൽ, ക്ലോസ് സ്പേസിലുള്ള ആൾക്കാരുടെ ഇടയിൽ ഇഷ്ടമാണെന്ന് ധൈര്യത്തോടുകൂടി പറഞ്ഞ് പിന്നെ ഏത് ക്രൗഡിൻ്റെ ഇടയിലും നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം പറയാനുള്ളൊരു സ്ട്രെങ്ത്ത് ഞാൻ അങ്ങനെ ആർജിച്ചെടുത്തതാണ്, അങ്ങനെ അച്ചീവ് ചെയ്തെടുത്തതാണ്. ഇതെൻ്റെ അച്ചീവ്മെൻ്റ് ആണ്. ഞാൻ അച്ചീവ് ചെയ്തെടുത്താൽ അച്ചീവ്മെൻറ്റ്. അങ്ങനത്തെ സിനിമകൾ മാക്സിമം ഞാൻ കൺസിഡർ ചെയ്യാനെന്താ വെച്ചാൽ, എല്ലാവരും പറയുന്നതല്ലാതെ വേറെ ഏതെങ്കിലും സിനിമകൾ ഇങ്ങനെ തപ്പി കണ്ടുപിടിച്ച് അല്ലെങ്കിൽ അങ്ങനത്തെ സിനിമകൾക്കുള്ളൊരു സംഭവം എന്താ വെച്ചാൽ, അതിന് വേറെ എക്സ്പെക്റ്റേഷൻ്റെ ബേർഡൻ പരിപാടികളൊന്നുമില്ല. നമ്മളായിട്ട് കണ്ടുപിടിച്ച് അതിൽ ഒരു സീറോ എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടാണ് നമ്മൾ അങ്ങനത്തെ സിനിമകളൊക്കെ കാണുന്നത്. എന്തെങ്കിലുമൊക്കെ രീതിക്ക് നമുക്ക് ആ സിനിമ എൻഗേജ്ഡ് ആക്കിയാൽ, എന്തെങ്കിലുമൊക്കെ ഒരു നല്ല എലമെൻ്റ് പരിപാടിയിൽ ഉണ്ടെങ്കിൽ ആ സിനിമ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരിക്കും, ഒരാൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ തോന്നും. ഇങ്ങനെ അധികം ആരും എന്താ പറയുക, രജിസ്റ്റർ ചെയ്യാത്ത സിനിമകൾ എവിടെയെങ്കിലും ഉണ്ടോ, അത് നല്ല സിനിമ ആവാൻ ചാൻസ് ഉണ്ടെങ്കിൽ എന്നുള്ളൊരു ആത്മവിശ്വാസത്തിൽ ഞാൻ എടുത്ത് കാണും. കുറേയൊക്കെ നല്ല സിനിമകളാണ്, അങ്ങനെ ഇഷ്ടംപോലെ നല്ല സിനിമകളുണ്ട്. ശരിക്കും ഈ ജെറി, ഞാനിപ്പം പറയാൻ ഉദ്ദേശിച്ച ജെറി എന്ന് പറഞ്ഞുള്ള മൂവി ശരിക്കും എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് മൂവീസ് പറയുന്നുണ്ട്. ജെറിസ് ലൈക്ക് പൊമ്പളയൊരുമേ, ജെറിസ് ലൈക്ക് ചിക്കൻ കോക്കാച്ചി, ജെറിസ് ലൈക്ക് ഹോംലി മീൽസ്, ജെറിസ് ലൈക്ക് ശ്രീധന്യ കാറ്ററിങ്സ്. ഞാൻ ഈ പറഞ്ഞ 4 സിനിമകൾ എനിക്ക് വർക്കായിട്ടുള്ള പടമാണ്. ജെറി എനിക്ക് വർക്കായിട്ടുള്ള പടമാണ്. ജെറി കംപ്ലീറ്റ്ലി ഒരു ചെറിയ പടമാണ്. ഈ 4 സിനിമകളും ഒരു ചെറിയ പടങ്ങളാണ്. പൊമ്പളയൊരുമ ആക്ച്വലി സ്റ്റേറ്റ് അവാർഡ് ഫോർ ബെസ്റ്റ് ആക്ട്രസ് കിട്ടിയ സിനിമയാണ്. പക്ഷെ എന്നിട്ട് ആ സിനിമ അധികം പേര് ഡിസ്കസ് ചെയ്തിട്ടില്ല. ഓവർ എക്സ്പെക്ടേഷൻ്റെ ബേർഡൻ ഇല്ലാതെ ഒരു ചെറിയ നല്ല സിനിമ കാണാനുള്ളൊരു സാധനം നിങ്ങൾക്ക് എപ്പോഴെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംഭവം അതിൻ്റെ ഇടയിൽ ഉണ്ടെങ്കിൽ ജെറി നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സംഭവമായിരിക്കും. ഒരു ചെറിയ നല്ല പടം, വേറെ വലിയ സ്റ്റാർ കാസ്റ്റോ പരിപാടികളൊന്നുമില്ല. ആകെ ഫെമിലിയർ ആയിട്ടുള്ള ഫേസ് കോട്ടയം നസീറും പിന്നെ കുറച്ച് ആർട്ടിസ്റ്റുകളും ഉണ്ട്. അതിലൊരു അളിയൻ ക്യാരക്ടർ ഉണ്ട്. എന്താ പറയുക, ഒരു ഇന്നസെൻസ് പരിപാടികൾ വരുന്ന, നല്ലോണം ഇന്നസെൻസ് വർക്കൗട്ട് ആയാൽ ആ സിനിമ നമുക്ക് കാണാൻ ഭയങ്കര, ആ ക്യാരക്ടറിനെ കാണാൻ, ആ സിനിമ കാണാൻ ഭയങ്കര അടിപൊളിയായിരിക്കും. ഹോം ഒക്കെ വർക്കൗട്ട് ആവാൻ എനിക്ക് പേഴ്സണലി ഏറ്റവും വലിയ ഫാക്ടറായിട്ട് തോന്നിയത് ആളുടെ ഇന്നസെൻസ് വർക്കൗട്ട് ആയതുകൊണ്ടാണ്. ആ ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറെ പരിപാടി കിട്ടിയതുകൊണ്ടാണ്. അതുപോലെ തന്നെ റെസിഡൻ്റ് ഏലിയൻ, സോറി എൻ്റെ പ്രഷ്യസ് സജഷൻ ലിസ്റ്റാണ്, അത് ഞാനിപ്പോൾ പറയില്ല. അങ്ങനെ ഇന്നസെൻസ് വർക്കൗട്ട് ആയിട്ടുള്ള ക്യാരക്ടറൊക്കെ വരുമ്പം ആ ക്യാരക്ടറെ പോർഷൻസ്, ആ സീക്വൻസ് ഒക്കെ കാണാൻ നല്ല രസമായിരിക്കും. അതിൽ ഈ ജെറി എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിലെ അളിയനായിട്ട് വരുന്ന ക്യാരക്ടർ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. നല്ല ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു അച്ചായൻ ക്യാരക്ടറാണ്. പിന്നെ ഇതിൽ ആലപ്പുഴ ജിങ്കാനയിൽ അഭിനയിച്ച ആ പുള്ളിയുണ്ട്, ഞാൻ പേര് പറയുന്നില്ല, എന്താ വെച്ചാൽ എനിക്കറിയാൻ പാടില്ല. നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കി പറയുന്നതാണല്ലോ, പെട്ടെന്ന് കണ്ടു വീഡിയോ ചെയ്യാം, അങ്ങനെ വീഡിയോ ചെയ്യുന്നതാണല്ലോ. അപ്പോൾ പ്രത്യേകിച്ച് ഡീറ്റെയിൽസ് ഒന്നും എടുത്ത് നോക്കി വായിച്ച് പഠിച്ച് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. ഇതിലെ ഡയറക്ടറുടെ പേര് എനിക്ക് പെട്ടെന്ന് പറയുന്നത് കിട്ടുന്നില്ല. പ്രൊഡക്ഷൻ എഴുതിയത് ആരാ, അഭിനയിച്ച ആരാ അതറിയില്ല. പടത്തിൻ്റെ പേര് അറിയാൻ, ജെറി. 1 hour 40 minutes ഒക്കെ എങ്ങാണ്ടാന്ന് തോന്നുന്നു. അതിൻ്റെ നമ്മൾ വൺസ് ആ സിനിമ കാണാൻ തുടങ്ങിയാൽ ഈസിലി അത് തീരണത് നമ്മൾ അറിയില്ല. അതാണ് എനിക്ക് എൻ്റെ എൻ്റെ ഫ്രണ്ട് കണ്ടിട്ട് നല്ലതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേറെ ഒന്നും നോക്കാതെ എടുത്ത് കണ്ടാണ്. അവനും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ആക്ച്വലി നമ്മൾ വൺസ് കാണാൻ തുടങ്ങിയാൽ ചെറിയ പെട്ടെന്ന് തീരും സാധനം. അതിൽ ലാഗിൻ്റെ ഒരു സാധനമില്ല, വേറെ പരിപാടികളൊന്നുമില്ല. ഒരു കുഞ്ഞ് സിനിമ നൈസായിട്ട് കണ്ടിട്ട് പെട്ടെന്ന് തീർത്തു വിടാം. വേറൊരാൾക്ക് പെട്ടെന്ന് ഒരു
ഫാസ്റ്റ് വാച്ചിൽ കണ്ടു തീർക്കാൻ പറ്റുന്ന, ഇതിനെ പറയണ വരുന്ന സ്കിപ്പ് ചെയ്യുന്നതിന് എന്തോ ഒരു പറയുമല്ലോ, ആ സ്ക്രീനിൽ ഇങ്ങനെ ആക്കിയിട്ട്, അല്ല ഇതിനൊരു ടേം പറയും. അതായത് ഈ പടം നമ്മളിങ്ങനെ വലിച്ചിട്ട് സ്കിപ്പ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതിന്റെ ടേം ഞാൻ മറന്നുപോയി. ഫാസ്റ്റ് ഫോർവേഡ് എന്ന് പറയാം, പക്ഷെ അത് ഇങ്ങനെ ഇതാക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു പേര് പറയും പ്ലീസ്. ഞാൻ ഉദ്ദേശം എന്തായാലും മനസ്സിലായല്ലോ. ഇത്രയും ഞാൻ വീഡിയോയിൽ ഇടുമെന്ന് എനിക്കറിയാൻ പാടില്ല. അങ്ങനെ അല്ലാതെ ജെനുവിൻ ആയിട്ട് തന്നെ കണ്ടു തീർക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു നല്ല സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എത്ര പേര് ഇത് കാണുമെന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് ഒരു ചെറിയ നല്ല സിനിമ കാണാനുള്ള ഒരു സ്പേസ് ഉണ്ടെങ്കിൽ, ലൈക്ക് ഹോംലി മിൽസ്. ഹോംലി മിൽസ് അറിയാലോ. ഹോംലി മിൽസ് ഒക്കെ അത്യാവശ്യം നല്ല ഇച്ചിരി ടോപ്പറാണ്, ക്ലാസ് ടോപ്പറാണ്. പക്ഷെ എന്നാലും ഞാൻ ഇത് ഏത് സ്കൂളിൽ വരുന്നു എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. ഹോംലി മിൽസിൻ്റെ സ്കൂളിൽ വരും, പൊമ്പളെ വരുമ്പോൾ ഈ പടത്തിൻ്റെ ആ സ്കൂളിലൊക്കെ വരും. ചിക്കൻ കോക്കാച്ചി പിന്നെയും ഇച്ചിരി താഴെ സ്കൂളിലാണ്, പക്ഷെ അതിൽ കോമഡി ഒക്കെ നല്ലോണം ഇച്ചിരി കൂടി വർക്കൗട്ടാണ്. ഇത് ഇച്ചിരി കൂടി ഇച്ചിരി കൂടി ഇൻറ്റൻസ് ആയിട്ടുള്ള, ജെറി എന്ന് പറയുമ്പോൾ ഇച്ചിരി കൂടി ഇൻറ്റൻസ് ആണ്. ഹോംലി മിൽസ് ഭയങ്കര ഒരു ഹോംലി മിൽസ് സാധനമുണ്ട്, ക്ലാസ് ടോപ്പർ. ലാസ്റ്റ് ബാക്ക് ബെഞ്ചർ ആണെങ്കിലും ചിക്കൻ കോക്കാച്ചി അത്യാവശ്യം നല്ല കോമഡി വർക്കൗട്ട് ആയിട്ടുണ്ട്. ഭയങ്കര ചെറിയ പടം, കുഞ്ഞു പടം, പക്ഷെ ചിക്കൻ കോക്കാച്ചിൽ നല്ല കോമഡി വർക്കൗട്ട് ആയിട്ടുണ്ട്. ചെറിയ പടം, പക്ഷെ അത് ലാസ്റ്റ് ബെഞ്ചിൽ നിൽക്കും. മിഡിൽ ബെഞ്ചിലാണ് ഏറെക്കുറെ ജെറിയുടെ ഒരു പ്ലേസ്മെന്റ് വരിക. ഇൻറ്റൻസ് ആയിട്ടുള്ള പരിപാടികളുണ്ട്, കോമഡി ആയിട്ടുള്ള പരിപാടികളുണ്ട്, കാര്യങ്ങളുണ്ട്. ചെറിയൊരു പരിപാടിയാണ്. ശ്രീധന്യ കാറ്ററിംഗ് എന്ന് പറഞ്ഞൊരു പടം നിങ്ങൾ അറിയോ? എനിക്കറിയാൻ പാടില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പടമാണ്. ജിയോ ബേബി ഡയറക്ട് ചെയ്ത പടമാണ്. ജിയോ ബേബി ഡയറക്ട് ചെയ്ത പടം എന്ന് പറയുമ്പോൾ കാതൽ എല്ലാവർക്കും അറിയാം, ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എല്ലാവർക്കും അറിയാം, കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് അറിയാം, പിന്നെ ഫ്രീഡം ഫൈറ്റിലൊരു സെഗ്മെന്റ് ജോജുനെ ചെയ്തൊരു സെഗ്മെന്റ് അറിയായിരിക്കും. പക്ഷെ ശ്രീധന്യ കാറ്ററിംഗ് നിങ്ങൾക്ക് അറിയാൻ വഴിയില്ല. കാരണം എന്താ വെച്ചാൽ അത് എനിക്കറിയാവുന്ന ജിയോ ബേബി ഫാൻസ് പോലും കണ്ടിട്ടില്ലാത്തൊരു പടമാണ്. പക്ഷെ എനിക്ക് വർക്കായിട്ടുള്ള പടം, അതും ഈ സ്കൂളിൽ വരുന്നതാണ്. ഇതിൽ എവിടെയെങ്കിലും ഫസ്റ്റ് സെക്കൻഡോ തേർഡോ ഫോർത്തോ എവിടെയെങ്കിലും ഇൻ ബിറ്റ്വീൻ വെക്കാൻ പറ്റും. ശ്രീധന്യ കാറ്ററിംഗ് ഒരു ചെറിയ പടമാണ്. അത് നമ്മൾ പറഞ്ഞു തന്നത് ജെറീനെ കുറിച്ചാണ്, പക്ഷേ ബാക്കിയുള്ള 4 പടവും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയത് കാരണം ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. സോ ജെറി ഇപ്പം മനോരമ മാക്സിലും സിംപ്ലി സൗത്ത് എന്താണെന്ന് എനിക്കറിയില്ല. മനോരമ മാക്സ് പിന്നെ ഫെമിലിയറാണ്. അത് കാരണമാണ് കൂട്ടുകാരൻ്റെ അക്കൗണ്ട് പരിപാടികൾ അതിലാണ് കണ്ടത്. മനോരമ മാക്സിലുണ്ട് പടം, കണ്ടു നോക്കൂ എന്നുള്ളൊരു സംഭവമാണ്. ചെറിയൊരു പടം, നല്ലൊരു പടം, അത്രേ ഉള്ളൂ. കണ്ടു നോക്കൂ.